ഇന്ത്യ ഓരോ ദിവസവും അതീവ ജാഗ്രതയിലാണ് നിൽക്കുന്നത്. കാരണം ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ISIയും അതോടൊപ്പം തീവ്രവാദികളും പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ അതീവ ജാഗ്രതയിലാണ്. 3 മാസം കൂടുമ്പോഴൊക്കെ ഡൽഹിയിൽ നിന്നും രാജ്യദ്രോഹികളെ പിടികൂടുന്നുണ്ട്. കാരണം നിലവിൽ ഡൽഹിയിലെ തന്ത്രപ്രധാനമായ മേഖലയിൽ നടക്കുന്ന ദൃശ്യങ്ങൾ, അവിടുത്തെ എത്രത്തോളം ആളുകളൊക്കെ വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ അവിടുത്തെ ഷോപ്പിംഗ് മാളുകളടക്കം എത്രത്തോളം ആളുകളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ദൃശ്യങ്ങൾ പാകിസ്ഥാനിലെ ISIക്ക് കിട്ടുന്ന രീതിയിൽ അവിടെ ഒളിക്യാമറകൾ ഡൽഹിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇന്റലിജൻസ് ബ്യൂറോ തന്നെ പ്രതികളെ പിടിക്കുമ്പോൾ ചോദ്യം ചെയ്തപ്പോൾ തന്നെ കണ്ടെത്തിയ സാധനങ്ങളാണ്. നിലവിൽ ഡൽഹിയിൽ 9 ഭീകരരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തന്ത്രപ്രധാന മേഖലകളും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാനും പദ്ധതി ആസൂത്രണം ചെയ്ത ഭീകരരാണ് അറസ്റ്റിലായത്. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടികൂടിയെന്നും പാക് ചാര സംഘടനയായ ISIയുടെ സഹായത്തോടെ പ്രവർത്തിച്ചിരുന്ന സംഘത്തെയാണ് പിടികൂടിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ ISI മുംബൈ അധോലോക ശൃംഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നും പോലീസ് പറയുന്നുണ്ട്. ദില്ലി പോലീസിന്റെ പ്രത്യേക സെല്ലാണ് 9 ഭീകരരെ അറസ്റ്റ് ചെയ്തത്. ദില്ലിയിലെ സുപ്രധാന സ്ഥാപനങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുക എന്നതായിരുന്നു പ്രതികളുടെ പ്രധാന പദ്ധതി എന്നാണ് ലഭിക്കുന്ന വിവരം. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് നടന്നത്. ദില്ലി പോലീസ് തീവ്രവാദ വിരുദ്ധ സേനയിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും താഴെ തട്ടിലുള്ള ഇന്റലിജൻസ് ശേഖരം ശക്തിപ്പെടുത്തുന്നതിനും ഭീഷണികൾ തിരിച്ചറിയുന്നതിനുമായി തീവ്രവാദ വിരുദ്ധ യൂണിറ്റുകൾ സൃഷ്ടിക്കാൻ പോലീസ് കമ്മീഷണർ സതീഷ് ഗോർച്ച ഉത്തരവിട്ടിരുന്നു. വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിൽ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നതിനും തീവ്രവാദത്തിലേക്ക് നയിക്കുന്നതിനും എൻക്രിപ്റ്റ് ചെയ്ത ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ, ലോക്കൽ സ്ലീപ്പർ നെറ്റ്വർക്കുകൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ദില്ലി പോലീസ് പറഞ്ഞത്. പവർ പ്ലാന്റുകൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മറ്റ് തന്ത്രപ്രധാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന സ്ഥാപനങ്ങളെ ലക്ഷ്യം വയ്ക്കാനുള്ള പദ്ധതികളാണ് ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടത് എന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവ് സ്ഥാപനങ്ങൾ മൊഡ്യൂളിന്റെ റഡാറിൽ ഉണ്ടോ എന്നും സുരക്ഷാ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പിന്തുണയുള്ള ഒരു ശൃംഖലയുമായി ബന്ധപ്പെട്ട ഹാൻഡിലർമാരായി പ്രതികൾ പതിവായി ബന്ധപ്പെട്ടിരുന്നുവെന്നും പ്രത്യേക പ്രവർത്തന ജോലികൾ അവർക്ക് നൽകിയിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വിവരിക്കുന്നുണ്ട്. ഡൽഹിക്ക് പുറത്തേക്ക് വ്യാപിച്ച ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ സംഘമെന്ന് പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സംഭവം സുരക്ഷാ ഏജൻസികളിൽ വലിയ രീതിയിൽ ജാഗ്രതയ്ക്ക് ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. മൊഡ്യൂളുമായി ബന്ധപ്പെട്ട ഫണ്ടിംഗ് ചാനലുകൾ, ആശയവിനിമയ രേഖകൾ, ലോജിസ്റ്റിക് പിന്തുണ, കൂടാതെ സാധ്യമായ സ്ലീപ്പർ സെൽ ലിങ്കുകൾ എന്നിവ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. മുംബൈ അധോലോക ശൃംഖലയ്ക്ക് വേണ്ട കാര്യങ്ങൾ, പ്രവർത്തന പിന്തുണ എന്നിവ സാധ്യമാക്കുന്നതിൽ പങ്കുണ്ട് എന്നാണ് ആരോപിക്കുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ സെല്ലാണ് നിലവിൽ അന്വേഷിക്കുന്നത്. അതിനുശേഷം ഈ 9 ഭീകരരെ NIAക്ക് കൈമാറുമെന്നാണ് ഡൽഹി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുക്കുകയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യം വെക്കുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്നതോടെ കേസ് ഒരു പ്രധാന ദേശീയ സുരക്ഷാ വിഷയമായി കണക്കാക്കപ്പെടുകയാണ്.